ഈ വരുന്ന ബസ് ഇതിപ്പോൾ നമ്മുടെ മാർക്കിലോട്ട് തിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ഒരു മാർക്കിംഗ്. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് എങ്ങനെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാം, ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അതിനുള്ള ടെക്നിക്ക് എന്താണ്, എങ്ങനെ അതിനെ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഞാൻ വാഹനത്തിൻ്റെ വലതുവശത്ത് മിററിനോട് ചേർന്ന് പില്ലർ അവിടെ അങ്ങനെ ഒരു ചുമന്ന കളറിലെ ടേപ്പ് ഒരു മാർക്കിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പില്ലർ അതിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഈ മാർക്കിംഗ് ചുവന്ന കളറിൽ റെഡ് കളറിലെ മാർക്കിംഗ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഈ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പില്ലർ ഇതിനെ കവർ ചെയ്ത് ലെഫ്റ്റിലോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ, അതായത് ഇതിന് ഉള്ളിലോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന, അപ്പോൾ വാഹനത്തിൽ അത് തട്ടും. അപ്പം റൈറ്റ് സൈഡ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഇതിൻ്റെ വെളിയിൽ ആക്കാൻ നോക്കും. അതായത് നമ്മൾ വാഹനത്തിനെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യുമ്പോൾ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു പില്ലർ അല്ലെങ്കിൽ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ അതിൻ്റെ വെളിയിലോട്ട് പോകും. അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇതിനെ ഞാനിപ്പം റോഡിൽ എക്സാമ്പിളിൽ കൂടെ ഞാനത് കാണിക്കാം. ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വാഹനം നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ മാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പയ്യെ വാഹനം ഫ്രണ്ടിലോട്ട് എടുക്കുവാണ്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രീതിയിൽ തന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് വാഹനം എടുക്കുവാണെങ്കിൽ തട്ടും, നമ്മുടെ റൈറ്റ് സൈഡ് വാഹനത്തെ തട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വാഹനത്തിനെ പയ്യെ ലെഫ്റ്റിലോട്ട് തിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നതിൻ്റെ വെളിയിലോട്ട് ആ വാഹനത്തിനെ ഞാൻ കൊണ്ടുവരും. അതായത് എൻ്റെ വാഹനം ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും തിരിച്ചുകൊണ്ട്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ ആ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാർക്കിങ്ങിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം സേഫായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എതിർ സൈഡിൽ നിന്നൊരു ഥാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിനെ കുറച്ച് ലെഫ്റ്റിലോട്ട് എടുക്കും. ലെഫ്റ്റിലോട്ട് എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മാർക്കിങ്ങിൻ്റെ പുറത്തോട്ട് ആ വാഹനം കവറായി പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ ആ ഒരു റെഡ് മാർക്കിങ്ങിൻ്റെ വെളിയിലാണ് ആ വാഹനം. ഇനി എതിർ സൈഡിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു മാർക്കിങ്ങിൻ്റെ വെളിയിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് തട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനം തട്ടാതെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഒരു വളവിൽ എതിർ സൈഡിൽ നിന്ന് വരുന്ന ആ പിക്കപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മാർക്കിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വാഹനം കുറച്ച് ലെഫ്റ്റിലോട്ട് എടുത്തുകൊണ്ട് ഈ പോയിൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ വാഹനം ഈ ഒരു റെഡ് മാർക്കിങ്ങിൻ്റെ പുറത്താണ്. അതുകൊണ്ട് അതിൽ നമുക്ക് തട്ടാതെ ക്രോസ് ചെയ്യാൻ പറ്റി. ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾക്കത് കാണാം, ഏതൊരു വാഹനവും എതിർ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു മാർക്കിങ്ങിൻ്റെ വെളിയിൽ, ഉദാഹരണത്തിന് ആ ക്രോസ് ചെയ്ത് പോയ സ്കൂട്ടി, അതും ഈ മാർക്കിങ്ങിൻ്റെ വെളിയിലായിരുന്നു. അപ്പം നമുക്കത് തട്ടാതെ എടുക്കാൻ പറ്റി. അടുത്തത് ഈ വരുന്ന ബസ്, ഇതിപ്പോൾ നമ്മുടെ മാർക്കിങ്ങും അതും കൂടെ ഏകദേശം മാച്ചായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വാഹനം കുറച്ച് ലെഫ്റ്റിലോട്ട് എടുത്തു. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ആ ഒരു റെഡ് മാർക്കിങ്ങിൻ്റെ വെളിയിലോട്ടാണ് ബസ് നിന്നത്. കാരണം ഞാൻ വാഹനം കുറച്ച് ലെഫ്റ്റിലോട്ട് എടുത്തു. അപ്പോൾ അത് നമ്മുടെ മാർക്കിങ്ങിൻ്റെ പുറത്ത് പോയതുകൊണ്ട് നമ്മുടെ വാഹനം നമുക്ക് മറ്റേ വാഹനത്തെ തട്ടാതെ എടുക്കാൻ പറ്റി. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പില്ലറിനെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിനെല്ലാം അതിൻ്റെ പുറത്ത് നിൽക്കുക. അതായത് നമ്മുടെ വാഹനത്തിനെ ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോൾ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ അഥവാ പില്ലറിൻ്റെ വെളിയിലോട്ടായിരിക്കണം നിൽക്കേണ്ടത്. ഇൻ കേസ് അത് ഉള്ളിലോട്ടാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ അത് തട്ടും. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഞാൻ മറ്റേ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു റെഫറൻസ് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും. വൺസ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു മാർക്കിങ്ങിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. ഇത് ജസ്റ്റ് ടെക്നിക്സ് ആണ്. ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് വരത്തുള്ളൂ, അതുപോലെ ജഡ്ജ്മെൻറ്റും വരത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.